ഹായ് ഡിയേഴ്സ്, എന്നത്തെയും പോലെ തന്നെ ഇന്നും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ സാധാരണ ഉള്ളിവട അല്ലെങ്കിൽ ഒനിയൻ പക്കോട എന്നൊക്കെ പറയുന്ന ഒരു ഉള്ളി ബജിയാണ് കേട്ടോ ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് പലരും പല പേരിൽ പറയുന്നുണ്ട്. ചിലർ ഉള്ളി ബജി എന്ന് പറയും, ചിലർ ഉള്ളി പക്കോട എന്ന് പറയും. അപ്പോൾ എന്തായാലും സംഭവം ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിത് വേഗം തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 4 മീഡിയം സൈസ് സബോളയാണ് എടുത്തിട്ടുള്ളത്. ഈ സബോള പറ്റാവുന്നത്ര കട്ടി കുറച്ചിട്ട് നമ്മൾ നീളത്തിൽ മുറിച്ചെടുക്കുക. പിന്നെ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഇഞ്ചി, പച്ചമുളക്, അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയാണ്. അപ്പോൾ പച്ചമുളക് ഞാനിവിടെ 3 എടുത്തിട്ടുള്ളൂ. പച്ചമുളക് ഇഞ്ചിയൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പച്ചമുളകും ഇഞ്ചിയും അതേപോലെ തന്നെ നമുക്ക് ചെറിയ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുക്കാം. പിന്നെ 1-2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ സബോളയും ഇഞ്ചി പച്ചമുളകും ഒക്കെ കൂടിയിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നമ്മൾ നല്ല പോലെ ഒന്ന് കുഴയ്ക്കണം. അതായത് ഈ സബോളയുടെ ഒരു നീരൊക്കെ ഒന്ന് ഇറങ്ങി വരണം. അതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ഇങ്ങനെ സബോള കുഴച്ചെടുക്കുന്നത്. എന്നിട്ട് വേണം നമുക്ക് ഇതിലേക്ക് മാവ് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടോ മറ്റോ സബോള ഇതേപോലെ നല്ലപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമുക്ക് സബോളയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്നിട്ടുണ്ടായിരിക്കും. ഇത് കുറച്ച് നേരം കൂടി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം വന്നിട്ടുണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും, ഞാനിവിടെ 1 കപ്പ് കടലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരിപ്പൊടി ഏത് വേണമെങ്കിലും എടുക്കാം. ഞാനിവിടെ പുട്ടുപൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു നുള്ള് സോഡാപ്പൊടി, 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ഇല്ല, ഇത് 1/4 ടീസ്പൂണിനേക്കാളും കുറഞ്ഞ അളവിലുള്ള സോഡാപ്പൊടി. പിന്നെ 1/2 ടീസ്പൂൺ കായം പൗഡർ. പിന്നെ വേണമെന്നുള്ളവർക്ക് ഈ സമയത്ത് എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഇതിലേക്ക് കുറച്ച് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ എനിക്ക് അധികം എരിവ് വേണ്ടാത്തത് കൊണ്ട് ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ ഞാനിവിടെ ജീരകത്തിൻ്റെ ടേസ്റ്റും എനിക്ക് വേണ്ടാത്തത് കൊണ്ട് ജീരകം ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. ശേഷം നിങ്ങൾ കൈകൊണ്ട് നല്ലപോലെ കുഴയ്ക്കുക. കുഴച്ചതിന് ശേഷമാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മാവ് നമ്മൾ പൊടികളൊക്കെ ചേർത്തിട്ട് നല്ലപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്തിട്ട് അധികം കുഴയാതെ തന്നെ ഇതേപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് അപ്പം തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് ഒരു പാനിൽ ഇതേപോലെ ഓയിൽ ഒഴിച്ചെടുത്തതിന് ശേഷം നമുക്കിതേപോലെ ചെറിയ ചെറിയ കൈകൊണ്ട് തന്നെ നമുക്കിതേപോലെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് ഇതേപോലെ നമുക്ക് കോരിയിട്ടിട്ട് നമുക്ക് പൊരിച്ച് കോരിയെടുക്കാം. ഓയിൽ ചൂടായതിന് ശേഷം നമ്മൾ ഫ്ലെയിം നല്ലപോലെ കുറച്ചിട്ട് വേണം നമ്മൾ ചുട്ടെടുക്കാനായിട്ട്. കാരണം നമ്മൾ കുറച്ച് നേരം ഇട്ടിട്ട് വേണം നമ്മൾ സബോള 2 സൈഡ് മറിച്ചിട്ടിട്ട് നമ്മൾ മൊരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിൽ വേണ്ടത്ര വെന്തുണ്ടായിരിക്കില്ല. പുറം നമുക്ക് കാണുമ്പോൾ നമുക്ക് കളർ ചേഞ്ച് ഒക്കെ വന്നാൽ നമുക്ക് തോന്നും ഇത് നല്ലപോലെ റെഡി ആയിട്ടുണ്ടെന്ന്. പക്ഷെ നമുക്ക് കോരിയെടുക്കുമ്പോൾ ഉള്ളൊന്നും ശരിക്കും വെന്തുണ്ടായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം നിങ്ങൾ നല്ലപോലെ കുറച്ചിട്ട് വേണം 2 സൈഡും നമുക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ തിരിച്ചും മറിച്ചിട്ട് പൊരിച്ച് കോരിയെടുക്കുക. 1-2 വട്ടം തിരിച്ചും മറിച്ചിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കുക. അതുപോലെ തന്നെ സോഡാപ്പൊടി ഇട്ടതുകൊണ്ട് നമ്മൾ 1 നുള്ളു സോഡാപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എങ്കിൽ തന്നെയും നമുക്ക് ആ 1 നുള്ളു സോഡാപ്പൊടി ചേർത്തത് കൊണ്ട് തന്നെ ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വീർത്ത പോലെ വന്നിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ വീഡിയോ കണ്ടതിനും ഇതുവരെ സപ്പോർട്ട് ചെയ്തതിനും എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. വീണ്ടും പുതിയൊരു റെസിപ്പിയിലൂടെ പുതിയൊരു വീഡിയോയിലൂടെ കാണാം. അതുവരയ്ക്കും എല്ലാവർക്കും